കോൾപടവുകളുടെ വികസനത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതിയെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രൻ. തൃശൂർ കോൾപടവിന്റെ വികസനത്തിന് അനുവദിച്ച ഫണ്ടിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. 2020 മെയ് 18 300 കോടിയോളം രൂപ വേൾഡ് ബാങ്കിൽ നിന്നും കോൾ മേഖലയുടെ വികസനത്തിനായി കടമെടുത്തിരുന്നു. ഈ തുക കോൾ മേഖലയിലെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിനു പകരം മുഴുവൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. നബാർഡ് വായ്പയായി 54 കോടിയോളം രൂപയും കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയും കൂടി കൂട്ടിച്ചേർത്താൽ 429 കോടി രൂപയാണ് നൂറടി തോടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ചത് എന്നാണ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ തുകയുടെ പ്രവർത്തനത്തിന്റെ ഫലം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. 13,632 ഹെക്ടർ കൃഷിസ്ഥലത്ത് നിർമ്മാണ ഉൽപാദനക്ഷമത കൈവരുത്താനും കർഷകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ വേണ്ടിയും 729 കോടിയോളം രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി കോടികളുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. KLDC, കൈക്കോ, KCB, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ വകുപ്പുകളാണ് ഫണ്ട് ചിലവഴിക്കേണ്ടത്. ഇത്രയും തുക ചിലവഴിച്ചിട്ടും നിരന്തരം ബണ്ട് തകർന്ന് കർഷകർ ദുരിതം അനുഭവിക്കുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നമ്മുടെ തൃശൂർ പൊന്നാനി കോൾപടവ് 13,362 ഹെക്ടർ കൃഷിഭൂമിയാണ്. ഈ കൃഷിഭൂമിയിൽ നമുക്ക് ഒറ്റവിളയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന് ആ ഒറ്റവിള എടുക്കുന്നതിന് നിരവധി കെട്ടുകളാണ് ഇതിനകത്തുള്ളത്. 165ഓളം പാടശേഖര സമിതികളുണ്ട്. അപ്പൊ ഈ കെട്ടുകള് ഇവിടെ നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കടുക്കുഴി പൊട്ടി. ഇപ്പൊ കഴിഞ്ഞ 4 ദിവസം മുമ്പ് വാവേർ ബണ്ട് പൊട്ടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ തെക്കേക്കടവ് ബണ്ട് പൊട്ടി, തെക്കേക്കെട്ട് ബണ്ട് പൊട്ടി. അപ്പൊ നിരന്തരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല. പക്ഷെ ഇതിന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്ക് ഇവിടെ ഉൽപാദനം ക്ഷമത വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ കൃഷി ഇറക്കുന്നവർക്ക് ജലസേചനം, ബണ്ട് നിർമ്മാണം, ഇലക്ട്രിഫിക്കേഷൻ, ട്രാൻസ്ഫോമർ, പമ്പ് സെറ്റ്, പെട്ടിമ്പറകള്, തറകെട്ടൽ, ബണ്ട് കെട്ടൽ, ഇതിനൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വേൾഡ് ബാങ്കിൽ നിന്ന് 300 കോടി രൂപ 2020 18/5/2020 ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. NCV ന്യൂസ്, ചങ്ങരംകുളം. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.